ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട് അറിയില്ല നിങ്ങൾക്ക്? അത് വരുന്നതിന് മുന്നേ, അതായത് 2006, 2007 കാര്യമാണ് ഞാൻ പറഞ്ഞത്. തൊട്ടടുത്ത് ദേവനഹള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു പ്ലോട്ട്, അതായത് ഒരു ഏക്കറിന് വന്നിരുന്ന പ്രൈസ് 4 ലക്ഷം മുതൽ 5 ലക്ഷം വരെ മാത്രമായിരുന്നു. ഇപ്പോ എയർപോർട്ട് വന്നതിന് ശേഷം നിങ്ങൾ അവിടെ ഒരു ഏക്കർ എടുത്ത് നോക്ക്, കുറഞ്ഞത് 4 കോടി മുതൽ 7 കോടി വരെ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ മണ്ണില്, ഈ മണ്ണാണ് ഇനി അടുത്ത ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. അതാണ് മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ട്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ട്. അതിന്റെ അടുത്തുള്ള പ്ലോട്ടിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. അതായത് നിങ്ങളൊന്ന് ആലോചിക്കുക, 2016 ഇമാർ ഇവിടെ കൊണ്ടുവന്നിരുന്നു ഒരു കമ്മ്യൂണിറ്റി, ഇമാർ സൗത്ത്. അവിടെ ഒരാള് ഒരു അപ്പാർട്ട്മെന്റ് എടുത്ത്, അതായത് ടൗൺ ഹൗസ്, അന്ന് 9 ലക്ഷം മാത്രമായിരുന്നു പ്രൈസ്, സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഇന്നാള് വിക്കോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും ആള് കൊടുക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? അവിടെ വരുന്ന പ്രൈസ് ഇപ്പൊ കുറഞ്ഞത് 2.1 മില്യൺ മുതൽ 2.5 മില്യൺ വരെയാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അന്ന് ദേവനഹള്ളിയിൽ 90 ഡെവലപ്പേഴ്സാണ് വന്നിട്ടുള്ളത്. അന്ന് അവരും പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ കാണുന്ന ഡെവലപ്പേഴ്സിന് കണ്ടില്ലേ, ഇവരെടുത്ത പ്ലോട്ടിനേക്കാളും പ്രീമിയം പ്ലോട്ടിലാണ് ഞാൻ പറയാൻ പോകുന്ന ഡെവലപ്പർ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അതിൽ വെറും 169 യൂണിറ്റ് മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയുള്ളത് G+6 ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എടുക്കാൻ പറ്റുന്നത് G+9 ആണ്. ഹൈ റൈസ് എടുക്കാൻ പറ്റും. അത്രയും മാക്സിമം പോകാൻ പറ്റുള്ളൂ ഈ ഒരു ഏരിയയിൽ. ഇതില് ഫുള്ളി ഫർണിഷ്ഡ്, ഫുള്ളി ഫിറ്റഡ്, അതും 60-40 പേയ്മെന്റ് പ്ലാൻ ആണ് വരുന്നത്. നിങ്ങൾ ആലോചിക്കുക, വൺസ് ഈ ഒരു പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞാൽ Tier 1 ഡെവലപ്പേഴ്സിനായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന ഡെവലപ്പറാണ്. അതായത് ക്വാളിറ്റി ആയിക്കോട്ടെ, സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ, എല്ലാം ഫീച്ചേഴ്സ് ആയിട്ടാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റിൽ ഡെവലപ്പർ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഫേസ് ടു ഫേസ് സംസാരിക്കാം.